എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വർഗീയതയ്ക്കെതിരെ കർണാടകയ്ക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ജീവിതത്തിലുടനീളം മതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവ തലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യാടൻ മുഹമ്മദിന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ ഓർമ്മയിൽ ആര്യാടൻ അനുസ്മരണ സമ്മേളനവും മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷന്റെ ആര്യാടൻ പുരസ്കാരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ സാമൂഹ്യനീതിയും ജനക്ഷേമവും ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ നടപ്പാക്കിയ 5 ഗ്യാരണ്ടി പദ്ധതിക്ക് പ്രേരണയായത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് പുരസ്കാരം നൽകാൻ സാധിച്ചതിൽ അതീവ സന്തോഷം പകരുന്നതായും സിദ്ധരാമയ്യ പറഞ്ഞു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ ആര്യാടൻ പുരസ്കാരം KC വേണുഗോപാൽ ഏറ്റുവാങ്ങി. ഏറെ വൈകാരികവും മധുരവുമുള്ളതാണ് ആര്യാടന്റെ പേരിലുള്ള അവാർഡെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇത്തരത്തിലൊരു വികാരനിർഭരമായ മുഹൂർത്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവാർഡുകൾ ഒരു പൊതുപ്രവർത്തകന് പ്രചോദനകരമായ കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥ അവാർഡുകൾ ഒരു പൊതുപ്രവർത്തകന് ലഭിക്കുന്നത് ജനമനസ്സുകളിൽ നിന്നായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ എല്ലായ്പ്പോഴും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഗ്രാഫ് നിർണ്ണയിക്കുന്നതും അത് തീരുമാനിക്കപ്പെടുന്നതും ജനമനസ്സുകളിൽ നിന്നാണ്. അതുകൊണ്ട് അവാർഡ് അവിടെ നിന്നാണ് നമ്മളെപ്പോഴും. പക്ഷേ എനിക്കിത് ഏറ്റവും മധുരമുള്ള അവാർഡ്, വൈകാരികതയുള്ള അവാർഡ്. കാരണം ഇത് ആര്യാടൻ്റെ പേരിലുള്ള അവാർഡാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ആദ്യമായി നിയമസഭയിൽ ചെല്ലുന്നത് 1996-ലാണ്. അതിനു മുമ്പ് കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തകനായിരിക്കുമ്പോഴേ ആര്യാടൻജിയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 96-ലാണ്. അന്ന് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുകയാണ്. ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ, ഞാനിപ്പോൾ ഏറ്റു പറയാം, ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ നിയമസഭയുടെ ചട്ടങ്ങൾ, സ്ട്രക്ചർ ആൻഡ് കൗള്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ആള് ആര്യാടനായിരുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ ആര്യാടൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പലപ്പോഴും എടുത്ത് നോക്കിയാൽ, ആര്യാടൻ്റെ പ്രായോഗിക പരിജ്ഞാനം എടുത്ത് നോക്കിയാൽ അത്ഭുതം തോന്നും നമുക്കെല്ലാവർക്കും. അദ്ദേഹം സത്യത്തിൽ MA ഇംഗ്ലീഷ് എടുത്ത് PhD എടുത്ത ആളുകളെക്കാൾ കൂടുതൽ മനോഹരമായി ഇംഗ്ലീഷിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുമായിരുന്നു. ഏത് കോൺവെർസേഷനിലും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷത വഹിച്ചു. ആര്യാടൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനമായി മാറി. നമുക്കറിയാം, ഒരു പുസ്തകം കൂടി ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ബജറ്റ് പ്രസംഗത്തിൻ്റെ നാൾവഴികൾ എന്നാണ്. എന്നോടാണ് ആ പുസ്തകം റിലീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 15 വർഷം അദ്ദേഹത്തിൻ്റെ എല്ലാ ബജറ്റ് പ്രസംഗവും കേട്ടിട്ടുള്ള ഒരാളാണ്. ഈ പുസ്തകത്തിൽ ഞാൻ MLA ആവുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗങ്ങളും, അതിനു മുൻപ് ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. സാധാരണ പുസ്തകം വായിക്കാതെ റിലീസ് ചെയ്യാൻ വരാറുണ്ട്. ഈ പുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്.
എനിക്ക് ഗുരുതുല്യനായിരുന്നു നിയമസഭയിൽ അദ്ദേഹം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. 2006 മുതൽ 2011 വരെ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല MLA ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ PK ബഷീർ MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. ആര്യാടനെ കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക AP അനിൽകുമാർ MLA DCC പ്രസിഡന്റ് VS ജോയിക്ക് നൽകി പ്രകാശനം ചെയ്തു. ആര്യാടനെ കുറിച്ച് മകൻ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹ്നാൻ MP ഷാഫി പറമ്പിൽ MPക്ക് നൽകി പ്രകാശനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി ദേവദാസ് മുൻഷി, PK കുഞ്ഞാലിക്കുട്ടി MLA, AP അബ്ദുസമദ് സമദാനി MP, ബെന്നി ബെഹ്നാൻ MP, KC ജോസഫ്, MK രാഘവൻ MP, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP, AICC സെക്രട്ടറി മൻസൂർ അലി ഖാൻ, ഹംദുള്ള സയ്യിദ് MP, PK ബഷീർ MLA, NA ഹാരിസ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.